ഞാൻ ഡോക്ടർ ഹരി മോഹൻ, ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ കൺസൾട്ടൻ്റാണ്. പെയിൻ ആൻഡ് പാലിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പലർക്കും ഇപ്പോഴും കുറേ സംശയങ്ങളുണ്ട്. നമ്മളത് ജീവിതത്തിൻ്റെ ഒടുവിലത്തെ ഭാഗങ്ങളിൽ നോക്കുന്ന ഒരു ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് പലരും കരുതിയിരിക്കുന്നത്. ടെർമിനൽ കെയർ എന്ന് പറയും. അതും പാലിയേറ്റീവ് കെയറിൽ വരുന്ന ഒരു ഭാഗം തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ പാലിയേറ്റീവ് കെയർ മൊത്തം ടെർമിനൽ കെയർ അല്ല. ടെർമിനൽ കെയർ എന്ന് പറഞ്ഞാൽ മരിക്കാൻ ഉള്ള സമയത്തിലുള്ള ശുശ്രൂഷയാണ് ടെർമിനൽ കെയർ എന്ന് പറയുന്നത്. അതും പാലിയേറ്റീവ് കെയറിൽ അകത്ത് വരുന്നത് തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് പല രോഗങ്ങളും നമുക്ക് കംപ്ലീറ്റായിട്ട് ക്യൂറാവില്ല, കംപ്ലീറ്റായിട്ട് മാറ്റാൻ പറ്റില്ല. പക്ഷേ അവർ കുറേക്കാലം ചിലപ്പോൾ ജീവിക്കാനുള്ള സാധ്യതയുണ്ട്. ക്യൂറാവാത്ത എല്ലാവരും ഉടനെ തന്നെ മരിക്കണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ അവർക്ക് പല വിഷമങ്ങളും കാണും. അവർക്ക് വേദന ഉണ്ടാവും, മെയിനായിട്ടുള്ളൊരു വിഷമം. അതേപോലെ തന്നെ അവർക്ക് ബെഡ് സോഴ്സ്, മുറിവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഉണങ്ങാത്ത മുറിവുകൾ. അതുപോലെ തന്നെ അവർക്ക് ശ്വാസം മുട്ടലിൻ്റെ പ്രോബ്ലം ഉണ്ടാവും, അവർക്ക് ഇൻഫെക്ഷൻസ് വരാം, അവർക്ക് പനികൾ വരാം, ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെ പല പ്രശ്നങ്ങളും, അവർക്ക് നടക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറേ പ്രോബ്ലംസ് അവർക്കുള്ളതിനെയൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇതിൽ മെയിനായിട്ടുള്ള പണ്ട് കാലത്ത് പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ ക്യാൻസർ പേഷ്യൻസിന് മാത്രമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. പല ക്രോണിക് ആയിട്ടുള്ള ഡിസോർഡർ, ക്രോണിക് എന്ന് പറഞ്ഞാൽ കുറേക്കാലം നീടിച്ചു നിൽക്കുന്ന അസുഖങ്ങൾക്കാണ് ക്രോണിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ HIV ബാധിച്ച ആൾക്കാർക്ക്, അല്ലെങ്കിൽ സ്പൈനൽ ഇഞ്ചുറീസ്, ഈ നട്ടലിൽ ചതവ് പറ്റിയിട്ട് കിടപ്പിലായ കുറേ ചെറുപ്പക്കാർ കേരളത്തിൽ നിന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്കും വല്ല ആക്സിഡൻ്റൊക്കെ ആയിട്ട്, പിന്നെ അതുപോലെ തന്നെ പല ന്യൂറോളജിക്കലായിട്ടുള്ള ഞരമ്പ് സംബന്ധമായിട്ടുള്ള പല രോഗങ്ങളും, മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന് പറയുന്ന പല രോഗങ്ങളും, ഇവർക്കൊക്കെ കുറക്കാലം ഡയബറ്റിസ് മെല്ലിറ്റസ്, പഞ്ചസാരയുടെ അസുഖം തന്നെ മുത്തി പോകുമ്പോൾ അവർക്ക് പല പ്രോബ്ലംസും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ വരുന്ന ഇഷ്യൂസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. അതിൽ പെയിൻ ചേർത്തിരിക്കുന്നത് 2 വിധത്തിലുള്ള വേദനയാണ് മനുഷ്യന്മാർക്ക് കാണുന്നത്, രോഗികൾക്ക്. ഒന്ന് അക്യൂട്ട് പെയിൻ എന്ന് പറയും, ഇനി ഒന്ന് ക്രോണിക് പെയിൻ എന്ന് പറയും. അക്യൂട്ട് പെയിൻ എന്ന് പറഞ്ഞാൽ ഒരു 6 മാസത്തിൻ്റെ അകത്ത് ഉടനെയുള്ള വേദനകളാണ് അക്യൂട്ട് പെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് വല്ല മുറിവോ ചതവോ അല്ലെങ്കിൽ വല്ല ഫ്രാക്ചറോ അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് സർജറി കഴിഞ്ഞിട്ടുള്ള വേദനയോ, ഇതെല്ലാം അക്യൂട്ട് പെയിൻസാണ്. ക്രോണിക് പെയിൻ എന്ന് പറയുമ്പോൾ 6 മാസത്തിന് മേലെ നിൽക്കുന്ന വേദനകളാണ് ക്രോണിക് പെയിൻ. ഇതിൻ്റെ രണ്ടിൻ്റെയും ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മൊത്തം വ്യത്യാസമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പാലിയേറ്റീവ് കെയറിൽ മെയിനായിട്ട് ആ ക്രോണിക് പെയിൻ ട്രീറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിലകത്ത് വരുന്നുണ്ട്. അതിൽ നമ്മൾ ചില പെയിൻ മെഡിക്കേഷൻസ്, അക്യൂട്ട് പെയിനിൽ ഉപയോഗിക്കാത്ത ചില നാർക്കോട്ടിക്സ്, മോർഫിൻ, ഫെൻറ്റനിൽ എന്ന് പറഞ്ഞ മരുന്നുകളെല്ലാം നമ്മൾ ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് പേഷ്യൻറ്റിന് പ്രശ്നമൊന്നുമില്ലാതെ നമുക്കത് കൊടുത്തു പോവാം. ആ പേഷ്യൻറ്റിന് വേദന എന്ന് പറയുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആ വേദന ഇല്ലാതെ നമുക്ക് ശുശ്രൂഷിച്ച് നോക്കാൻ പറ്റും. ഇതിൽ ചിലപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും ഇതിൻ്റെ ആവശ്യം വരുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നതാണ് ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് സാന്ത്വനം, നല്ല വാക്കുകൾ, കൗൺസിലിംഗ്, ഫാമിലിനെയും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പേഷ്യൻസിനെ കാണുന്നത്. എന്താ വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റായിട്ടുള്ള വ്യത്യാസം എന്താ പറഞ്ഞാൽ, നമ്മളിവിടെ ഒരു കംപ്ലീറ്റായിട്ട് മാറിയിട്ട് അല്ല നമ്മുടെ ശ്രമം. നമ്മുടെ അതിൻ്റെ കൂടെ നീങ്ങിപ്പോയി അവർക്ക് ഏറ്റവും സുഖകരമായിട്ടുള്ള ഒരു ബാക്കിയുള്ള ജീവിതമാണ് നമുക്ക് കൊടുക്കാനുള്ള. അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസെപ്റ്റ്സ് എല്ലാം വ്യത്യാസമുള്ളതായിരിക്കാം. ഫാമിലി അല്ലെങ്കിൽ കുടുംബം ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ കണക്കെടുക്കുന്നത്. അവർക്കുള്ള ബാക്കിയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ജോലി പോയി, ഇല്ല ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി, അതുപോലെ തന്നെ സ്പിരിച്വലായിട്ടുള്ള പ്രോബ്ലംസ്, ഇതെല്ലാം നമ്മൾ പാലിയേറ്റീവ് കെയറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പാലിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ അവിടെ ആഴ്ചയ്ക്ക് 3 ദിവസം വരുന്നുണ്ട്. ചൊവ്വ, വ്യാഴൻ, വെള്ളി എന്നുള്ള 3 ദിവസങ്ങൾ ഞാൻ വരുന്നുണ്ട്. അത് കൂടാതെ എന്നെ ഏത് സമയത്തായാലും ത്രൂ ഹോസ്പിറ്റൽ നമ്പറിൽ വിളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം എവിടെയാണ് വരേണ്ടത്, എപ്പോഴാണ് കാണേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇവിടെ ഹോം കെയർ ഉണ്ട്, നഴ്സസാണ്. അവർ വീട്ടിൽ വന്ന് എറണാകുളം സിറ്റിയുടെ അകത്താണെങ്കിൽ
അവർ നേരത്തെ പറയുകയാണെങ്കിൽ വീട്ടിൽ വന്ന് നോക്കുകയും ചെയ്യും. അവരും എന്നായിട്ട് കോൺടാക്ട് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ കോളായിട്ടൊക്കെ സംസാരിച്ച് നോക്കുകയും ചെയ്യാം. അപ്പോൾ രോഗീനെ തന്നെ ഇവിടെ കൊണ്ടുവരണം നിർബന്ധമില്ല. രോഗീനെ കൊണ്ടുവരാത്ത സ്ഥിതിക്കാണെങ്കിൽ നമുക്ക് റിലേറ്റീവ്സ് ഫാമിലിയിൽ ആരെങ്കിലും വന്നാലും മതി. അപ്പം നോക്കിയിട്ട് പേഷ്യൻ്റായിട്ട് വീഡിയോ കോളിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതല്ലാതെ ഫ്രീ കൗൺസിലിങ്ങും ചെയ്യുന്നുണ്ട്. പുതിയ ക്യാൻസർ പേഷ്യൻസിനും ക്രോണിക് ആയിട്ടുള്ള ഇൽനെസ് ഉള്ള ആൾക്കാർക്കും ഫാമിലിക്കുള്ള കൗൺസിലിംഗ്, ഫ്രീ കൗൺസിലിംഗ് കൂടെ ഞാൻ ചെയ്തു വരുന്നുണ്ട്. ഇതൊക്കെയാണ്. താങ്ക് യു.